നമസ്കാരം. ദിശ PSCയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ പലതവണയായിട്ട് നിങ്ങളോട് പറയുന്നത്, കൃത്യമായിട്ട് നോട്ടിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത പേരുകളെല്ലാം തന്നെ എഴുതിയെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആവർത്തിച്ച് വായിച്ച് മാത്രമേ നമുക്ക് ഈ പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ആദ്യത്തെ 2 ക്ലാസ്സുകൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളിലൊന്ന്, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷൻ. ദേശീയ തലത്തിൽ അഴിമതി തടയാനായി തുടങ്ങിയ സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാലിൻ്റെ ഏറ്റവും പുതിയ ചെയർമാൻ്റെ അധ്യക്ഷൻ്റെ പേര് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഈ പേര് ഒന്നും കൂടെ ആവർത്തിച്ച് പഠിക്കുക, ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. നിങ്ങൾ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ എന്ന് എഴുതുക, ലോക്പാൽ എന്ന് എഴുതി വയ്ക്കണം. ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണെങ്കിൽ. 2 പോയിന്റുകൾ, സ്കൂൾ പാഠഭാഗങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയത് കേരളമാണ്. ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷൻ്റെ പേരാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഓക്കെ, അടുത്ത പോയിന്റ്, 2024-ലെയും 2025-ലെയും റിപ്പബ്ലിക് ദിനത്തിൻ്റെ അതിഥികൾ നമുക്ക് പഠിക്കണം. 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയത് മുതൽ ഇന്ത്യയിൽ മുഖ്യാതിഥികൾ വരുന്നുണ്ട്. 1950 ജനുവരി 26-ന് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യാതിഥി അഹമ്മദി സുകാർണോ ആയിരുന്നു. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് അഹമ്മദി സുകാർണോ ആയിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യാതിഥി. 2024-ലെ മുഖ്യാതിഥിയുടെ പേര് ഇമാനുവൽ മാക്രോ. അദ്ദേഹത്തിൻ്റെ രാജ്യം ഏതാണ്? ഫ്രഞ്ച് പ്രസിഡൻ്റാണ്. 2025 പ്രബവോ സുബിയാന്തോ, ആളിൻ്റെ പേര് പ്രബവോ സുബിയാന്തോ. അദ്ദേഹം ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റാണ്. ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. റിപ്പബ്ലിക് ദിനത്തിൽ 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന ആദ്യ ദിവസം ഇന്ത്യയിൽ എത്തിയത് അഹമ്മദി സുകാർണോ ആയിരുന്നു. അഹമ്മദി സുകാർണോ ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഇനി 2024-ലും 2025-ലും, 2024-ൽ വന്നത് ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്നു ഇമാനുവൽ മാക്രോ. 2025-ൽ ഏറ്റവും അവസാനമായിട്ട് വന്നത് പ്രബവോ സുബിയാന്തോ ആയിരുന്നു, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഉറപ്പായിട്ട് ഈ 2 പേരുകൾ എഴുതിയെടുക്കുക. ഇനി 2024-ൽ 10ാമത് യോഗാ ദിനം നടന്നു. 2024-ൽ യോഗാ ദിനം നടന്ന സ്ഥലമാണ് ശ്രീനഗർ. 2024-ലെ യോഗാ ദിനത്തിൻ്റെ വേദി ശ്രീനഗർ. എന്നാണ് യോഗാ ദിനം? ജൂൺ 21 നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ജൂൺ 21 നമ്മൾ ഇന്ത്യയിൽ യോഗാ ദിനമായി ആചരിക്കുന്നത്. 2024-ലെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഒന്നും കൂടെ പറയാം, യോഗാ ദിനം ജൂൺ 21. നിങ്ങൾ ആവർത്തിച്ച് പറയണം, യോഗാ ദിനം ജൂൺ 21. 2024 നടന്നത് 10ാമത് യോഗാ ദിനമാണ്. അതിൻ്റെ വേദി ശ്രീനഗർ ആയിരുന്നു. ഇതിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. ഏറ്റവും പുതിയ മാറ്റങ്ങളിൽ ഒന്നാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഒന്നുകൂടെ പറയാം, രാഷ്ട്രപതി ഭവനിൽ ദർബാർ ഹാളിന് പുതിയ പേരിട്ടു, പേര് ഗണതന്ത്ര മണ്ഡപം. ഓക്കെ, അടുത്തത്, രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേര്. അതിൽ തന്നെ ഉത്തരവുണ്ട്, അശോക് മണ്ഡപം എന്നാണ്. അശോക് മണ്ഡപം. ഈ ഗണതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ഓർമ്മിച്ച് വയ്ക്കുക. എന്താണ്? റിപ്പബ്ലിക് എന്നാണ്. റിപ്പബ്ലിക്. ഒരു പുതിയ 3 മാറ്റങ്ങളാണ് പറഞ്ഞത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ്. നോട്ട്ബുക്കിൽ എഴുതുക, ദർബാർ ഹാൾ. അശോക് ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപ്. ഗണതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റിപ്പബ്ലിക് എന്നതാണ്. ഇനി അടുത്തത്, ഇനി ചോദിക്കാനുള്ള ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു ദിവസമാണ് ഭരണഘടനാ ഹത്യാദിനം എന്ന്. അത് ജൂൺ 25. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജൂൺ 25. ആഭ്യന്തര അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുന്നത്. ഓക്കെ, ഭരണഘടനാ ഹത്യാദിനമെന്ന് ജൂൺ 25. ഇതിനുള്ള കാരണം എന്ത്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം,
ഇനി നിരവധി പരീക്ഷകൾക്ക് ഈ ഒരു പേര് നമുക്ക് ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കണം. സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് RBIയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ നമുക്കറിയാം. RBI 1935 RBI നിലവിൽ വരുന്നത്. നിലവിൽ RBIയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. RBI ഗവർണർ. ഇനി 2024 അന്തരിച്ച വ്യക്തിയുടെ പേര് പണ്ഡിറ്റ് റാം നാരായൺ. പണ്ഡിറ്റ് റാം നാരായൺ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെടുന്നു? ഇതൊക്കെ സ്ഥിരമായി ചോദിച്ചു വരുന്ന പാറ്റേൺ ആണ്. സാരംഗിയാണ്. സാരംഗി. ആളിൻ്റെ പേര് പണ്ഡിറ്റ് റാം നാരായൺ. എഴുതി വയ്ക്കണം. പണ്ഡിറ്റ് റാം നാരായൺ സാരംഗി. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിൻ്റെ ഗവർണർ. ഓക്കെ, അടുത്തത് പുതിയ CAGയുടെ പേര്. പുതിയ CAGയുടെ പേരാണ് സഞ്ജയ് മൂർത്തി. അവിടെ മുന്നിലും സഞ്ജയ് എന്ന പേരാണ് പറഞ്ഞത്. CAGയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ എത്രയാണ്? 148 മുതലാണ് CAGയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പുതിയ CAGയുടെ പേരാണ് സഞ്ജയ് മൂർത്തി. ഒന്നുകൂടെ ഈ പേരൊന്നും കൂടെ പറയാം. സഞ്ജയ് മൽഹോത്ര ആരാണ്? RBIയുടെ ഗവർണറാണ്. പുതിയ CAGയുടെ പേരാണ് സഞ്ജയ് മൂർത്തി. ഉറപ്പായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ സ്ഥിരമായി ഈ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് മാക്സിമം മാർക്ക് കിട്ടും. നിങ്ങൾ എഴുതി വയ്ക്കണം. അടുത്തത് കാവൽ ടൈഗർ റിസർവ്. കാവൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കാവൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലെ ഏറ്റവും പുതിയ ടൈഗർ റിസർവ് ആയതുകൊണ്ടാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. കാവൽ ടൈഗർ റിസർവ് തെലങ്കാന. അടുത്ത ചോദ്യം, 2024 ബിർസ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു നാണയം പുറത്തിറക്കി. എത്ര രൂപയുടെ നാണയമാണ്? ഉത്തരം 150 രൂപയുടെ നാണയമാണ്. പുതിയ CAGയുടെ പേര് സഞ്ജയ് മൂർത്തി. കാവൽ ടൈഗർ റിസർവ് എവിടെയാണ്? തെലങ്കാന. 2024 ബിർസ മുണ്ടയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ 150 രൂപയുടെ നാണയം പുറത്തിറക്കിയെന്ന് പഠിക്കുക. ഓക്കെ, അടുത്തത് സാക്കിർ ഹുസൈൻ. ഇനി ഉള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സാക്കിർ ഹുസൈൻ ഏത് മേഖല? തബല. നമുക്ക് എല്ലാവർക്കും ഒരു തബല വിദ്വാനായിരുന്ന സാക്കിർ ഹുസൈൻ ഈ അടുത്ത് മരണപ്പെടുന്നു. 2024 ഡിസംബർ 15. സാക്കിർ ഹുസൈൻ മരണപ്പെടുന്നത് 2024 ഡിസംബർ 15. അദ്ദേഹത്തിൻ്റെ മേഖല തബല. 2024 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം. എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. 2024 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് ആൻഡ് മൈ റൈറ്റ്. ഒന്നുകൂടെ പറയാം. 2024 എയ്ഡ്സ് ദിനം ഡിസംബർ 1 പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ്. ഇവിടെ മൈ ഹെൽത്ത് മൈ റൈറ്റ് ഇത് പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കണം. 2024 ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്. സാക്കിർ ഹുസൈൻ തബല 2024 ഡിസംബർ 15 മരണപ്പെടുന്നു. എയ്ഡ്സ് ദിനം ഡിസംബർ 1. 2024 പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ്. ഇവിടെ ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ഇതിൻ്റെ പ്രമേയമായിരുന്നു മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നത്. ഇനി അടുത്തത്, സുപ്രീം കോടതിക്ക് പുതിയ പതാക ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മിക്കുക. ഇത് ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്ത സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഈ പതാക ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. ഇതിൻ്റെ നിറം ഓർമ്മിക്കുക, നീല നിറമാണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. ഇതിൻ്റെ നിറം നീല നിറമാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനത്തിൻ്റെ പേര്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഹിമാചൽ പ്രദേശ്. ഇനി ഞാൻ അടുത്ത പറയുന്ന പോയിന്റുകൾ ഉറപ്പായിട്ട് എഴുതിയെടുക്കുക. പ്രയാസമുള്ള കുറച്ച് പേരുകളുണ്ട്. 2025 പത്മ പുരസ്കാരങ്ങൾ നൽകുകയുണ്ടായി. പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113 പേർക്ക് നൽകി. ഇനിയുള്ള 2025 നടക്കുന്ന പല പരീക്ഷകൾക്കും ഉറപ്പായിട്ട് ചോദിക്കും. ഒന്നുകൂടെ പറയാം. 2025 പത്മ പുരസ്കാരങ്ങൾ നൽകിയ ഓർഡറാണ് ആദ്യം പറഞ്ഞത്. പത്മവിഭൂഷൺ നൽകിയത് 7 പേർക്ക്. അപ്പോൾ 7 പേരും നമുക്ക് പഠിക്കണം. പത്മഭൂഷൺ 19 പേർക്ക് നൽകി, പത്മശ്രീ 113 പേർക്ക് നൽകി. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
പത്മവിഭൂഷൺ ലഭിച്ച 7 പേരുടെ പേരുകൾ പറയുകയാണ്. നിങ്ങൾക്ക് ഇതിൽ പലരും പുതിയ പേരായിരിക്കും, ഉറപ്പായിട്ട് എഴുതിയെടുക്കുക. ഒന്നാമത്തെ പേര് ദുവർ നാഗേശ്വർ റെഡ്ഡി. ദുവർ നാഗേശ്വർ റെഡ്ഡി, ഇദ്ദേഹത്തിൻ്റെ മേഖല മെഡിസിൻ, സംസ്ഥാനം തെലുങ്കാന. പത്മവിഭൂഷൺ 2025 7 പേർക്ക് ലഭിച്ചു. ഒന്നാമത്തെ പേര് പരിചയപ്പെടുത്തുകയാണ്, ദുവർ നാഗേശ്വർ റെഡ്ഡി. എൻ്റെ കൂടെ ഏറ്റു പറയുക, ദുവർ നാഗേശ്വർ റെഡ്ഡി, മെഡിസിനാണ്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം തെലുങ്കാന. അടുത്ത പേര് ജഗദീഷ് സിംഗ് ഖേൽക്കർ. ജഗദീഷ് സിംഗ് ഖേൽക്കർ, പൊതുഭരണം ചണ്ഡീഗഡ്. അടുത്ത മൂന്നാമത്തെ പേര് കുമുദിനി രജനീകാന്ത് ലാഖിയ. കുമുദിനി രജനീകാന്ത് ലാഖിയ, കല, ഗുജറാത്ത്. 3 പേരുകളാണ് ആദ്യത്തെ സ്ലൈഡിലുള്ളത്. ഒന്നുകൂടെ പറയാം. പത്മവിഭൂഷൺ 2025 7 പേർക്ക് കിട്ടി. ഒന്നാമത്തെ പേര് ദുവർ നാഗേശ്വർ റെഡ്ഡി, മെഡിസിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം തെലുങ്കാനയാണ്. ജഗദീഷ് സിംഗ് ഖേൽക്കർ, പൊതുഭരണം ചണ്ഡീഗഡ്. കുമുദിനി രജനീകാന്ത് ലാഖിയ, കല, ഗുജറാത്ത്. അടുത്ത പേര് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം നിങ്ങൾ കേട്ട് കാണും, കല, കർണാടക. അടുത്തത് MD വാസുദേവൻ നായർക്ക് മരണാനന്തരമായി ലഭിക്കുന്നു, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മുടെ കേരളം. 2 പേരുകൾ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, അവരുടെ മേഖല കലയാണ്, കർണാടക സ്വദേശിയാണ്. MD വാസുദേവൻ നായർക്ക് മരണാനന്തരമായി ലഭിക്കുന്നു, കേരളം. അറിയാം. ഓക്കെ, അടുത്ത ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്, ഒരു വിദേശിക്ക് കിട്ടുകയാണ്. വിദേശിയുടെ പേര് ഒസാമു സുസുക്കി. ഒസാമു സുസുക്കി, നമ്മുടെ സുസുക്കിയുടെ സ്ഥാപകനായ ഒസാമു സുസുക്കി, മരണാനന്തരമായി ലഭിക്കുന്നു, വ്യവസായം, ജപ്പാൻ. 2025 പത്മവിഭൂഷൺ ലഭിച്ച ഒരു വിദേശിയുടെ പേര് പറയുകയാണ്, ഒസാമു സുസുക്കി, മരണാനന്തരമായി ലഭിക്കുന്നു. മരണാനന്തരമായി 3 പേർക്കാണ് ലഭിക്കുന്നത്, വ്യവസായം, ജപ്പാൻ. അടുത്തത് ശാരദ സിൻഹ, മരണാനന്തരം ലഭിക്കുന്നത് കല, അവരുടെ സംസ്ഥാനം ബീഹാർ. അവസാനം പറഞ്ഞ 2 പേരുകൾ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഒസാമു സുസുക്കി, മരണാനന്തരം വ്യവസായം, ജപ്പാൻ. ശാരദ സിൻഹ, മരണാനന്തരമായി ലഭിക്കുന്നു, കല, ബീഹാർ. ഓക്കെ, ഇനി പത്മവിഭൂഷൺ ലഭിച്ച മലയാളികളുടെ പേര് കൂടെ പറഞ്ഞു പോകും. പത്മവിഭൂഷൺ 2025 ലഭിച്ചത് PR ശ്രീജേഷ്. അറിയാം, ഹോക്കിയുടെ ഇന്ത്യയുടെ ഗോൾ കീപ്പറായിരുന്നു, ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്നു. ജോസ് ചാക്കോ പെരിയപുറം, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെടുന്നു. ശോഭന, സിനിമാ താരമാണ്. ഈ 3 പേരുകൾ വീണ്ടും ഓർത്തു വയ്ക്കുക. 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുറം, ശോഭന. ഇനി അടുത്ത പഠിക്കാനുള്ളത് പത്മശ്രീ IM വിജയൻ, K ഓമനക്കുട്ടിയമ്മ. IM വിജയൻ അറിയാം, ഫുട്ബോൾ താരമാണ്. K ഓമനക്കുട്ടിയമ്മ സംഗീതജ്ഞയാണ്. ഇനി അടുത്ത ചോദ്യം, ദുർബല വിഭാഗങ്ങളിലെ കുട്ടികളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാനായി മുഖ്യമന്ത്രി സുഖ് ശിക്ഷാ യോജന, പദ്ധതിയുടെ പേരെന്താണ്? മുഖ്യമന്ത്രി സുഖ് ശിക്ഷാ യോജന ആരംഭിച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് ഹിമാചൽ പ്രദേശ്. ദുർബല വിഭാഗങ്ങളിലെ കുടുംബങ്ങളിലെ സാമ്പത്തികമായി പിന്തുണയ്ക്കാനായി മുഖ്യമന്ത്രി സുഖ് ശിക്ഷാ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ധാന്യങ്ങൾ ലഭിക്കുന്ന ആദ്യ ATM തുറന്നത്, ഇപ്പോൾ ഞാനിത് നോട്ട് എഴുതിയ സമയത്ത് മനസ്സിൽ പഠിച്ചു വെച്ച്, ധാന്യങ്ങളൊക്കെ നമുക്ക് ATM വഴി ലഭിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അവിടെ ഓടിച്ചെന്നെത്തും. ഒഡീഷ. ഓക്കെ, ധാന്യങ്ങൾ ലഭിക്കുന്ന ആദ്യ ATM തുടങ്ങിയത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഓടിച്ചെന്നെത്തുമെന്ന് പറഞ്ഞ് പഠിച്ചാണ്. അടുത്ത പോയിന്റ്, പുതിയ കടുവാ കേന്ദ്രം ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഛത്തീസ്ഗഡാണ്. ഒന്നുകൂടെ പേര് പറയും. പുതിയ കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പേര് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഇങ്ങനെ തരുന്ന സിംഗിളായിട്ടുള്ള പോയിന്റുകൾ, പദ്ധതികളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി ആവർത്തിച്ച് വായിക്കണം. ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തൊരു പദ്ധതിയുടെ പേര് ഗ്രാമീണ മേഖലയിലെ വനിതകളെ സർക്കാർ നയങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കാനായി മഹിളാ സംവാദ് കർമ്മ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഒന്നുകൂടെ പറയാം. ഗ്രാമീണ മേഖലയിലെ വനിതകളെ സർക്കാർ നയങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിലേക്കായി മഹിളാ സംവാദ് കർമ്മ പരിപാടി ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ഓക്കെ, അടുത്ത ചോദ്യം, മലയാള വിഭാഗത്തിൽ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം K ജയകുമാർ. പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. 2024
മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കെ ജയകുമാർ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പിങ്കള കേശിനി. ആരുടെ പുസ്തകമാണ്? കെ ജയകുമാർ. ഓക്കെ. സംസ്ഥാനത്തെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് തുടങ്ങിയത് എവിടെ? ഇതൊക്കെ ഇനി വരാനുള്ള സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് തുടങ്ങിയത് കൊച്ചി കായലിലാണ്. കൊച്ചി ബോൾഗാട്ടി വാട്ടർ ഡ്രോമിൽ നിന്നും മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്കാണ് ആദ്യത്തെ സർവീസ് നടത്തിയത്. സംസ്ഥാനത്തെ ആദ്യ സീ പ്ലെയിൻ സർവീസ് തുടങ്ങിയത് കൊച്ചി കായലിലാണ്. ഇനി മുണ്ടക്കൈ ചൂരൽമല നമ്മളെല്ലാവരും കേട്ടൊരു സംഭവമായിരുന്നു, ഒരു പ്രകൃതി ദുരന്തം. ഈ ഡേറ്റ് ഒന്നും കൂടെ ഓർമ്മിച്ച് വയ്ക്കുക. 2024 ജൂലൈ 30, ജില്ല വയനാട്. അടുത്ത ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും പുതിയൊരു പോയിന്റ് ആയിരിക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയാണ്, ശ്രദ്ധിക്കുക. സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലകൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേര്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി. 3.5 കിലോഗ്രാം ഭാരമുള്ള വെങ്കലത്തിൽ നിർമ്മിച്ച ഈ ട്രോഫി രൂപകൽപ്പന ചെയ്തത് തിരുവനന്തപുരം സ്വദേശി വിവേക. ഞാൻ പറഞ്ഞ പുരസ്കാരത്തിൻ്റെ പേര് ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി എന്നാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ജില്ലയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി. ഇത് ഡിസൈൻ ചെയ്തത് തിരുവനന്തപുരം സ്വദേശി വിവേകാണ്. ഓക്കെ. ഇനി 2024 സെപ്റ്റംബറിൽ എംബോക്സ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച ജില്ല. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എംബോക്സ് 2024 സെപ്റ്റംബറിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല മലപ്പുറം. ഇനി ഏറ്റവും സാധ്യതയുള്ളൊരു മറ്റൊരു ചോദ്യം, രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ചായ 0484 എയ്റോ ലോഞ്ച് തുടങ്ങിയത്, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, 0484 എന്ന്. വളരെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ എയ്റോ ലോഞ്ചിൻ്റെ ചിത്രങ്ങൾ കാണാൻ ലഭിക്കും, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ചായ 0484 എയ്റോ ലോഞ്ച് തുടങ്ങിയത് കൊച്ചി വിമാനത്താവളത്തിലാണ്. 0484 എന്ന എയ്റോ ലോഞ്ച് തുടങ്ങിയത്. ഓക്കെ. അടുത്ത ചോദ്യം, മങ്കൊമ്പ് നമുക്കറിയാം ഒരു നെല്ല് ഗവേഷണ കേന്ദ്രമാണ് കേരളത്തിലുള്ള. അവിടെ ഗവേഷകർ പുറത്തിറക്കിയ പുതിയ നെല്ലിനത്തിൻ്റെ പേരാണ് പൗർണമി. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ നെല്ല് ഇനമാണ് പൗർണമി. അടുത്ത പേര് ഇത്തിരി പ്രയാസമുള്ള പേരാണ് കേട്ടോ, ഒന്ന് വായിച്ച് നോക്കുക. പാൻഗോര കേരളിയൻസസ്. നിശാശലഭം കണ്ടെത്തിയത് ആരാണ് എന്നാണ്. കേരളത്തിൽ കണ്ടെത്തിയ ഒരു നിശാശലഭത്തിൻ്റെ പേരാണ് പാൻഗോര കേരളിയൻസസ് എന്നത്. ഇത് ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷകരാണ് ഈ നിശാശലഭത്തെ കണ്ടെത്തിയതെന്ന് നോട്ടിൽ എഴുതി. അപ്പോൾ പൗർണമി മങ്കൊമ്പിൽ കണ്ടുപിടിച്ച പുതിയ നെല്ലിനമാണ്. ഓക്കെ. എൻ്റെ എംബസിക്കാലം, നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ പുസ്തകത്തിനകത്തും ഉള്ളൊരു പേരാണ്. എം മുകുന്ദൻ്റെ പുസ്തകമാണ് എൻ്റെ എംബസിക്കാലം. അദ്ദേഹം ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അതിനകത്ത് വിവരിക്കുന്നത്. എൻ്റെ എംബസി കാലം എം മുകുന്ദൻ്റെ പുസ്തകമാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. അതിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപ. 2024 പ്രത്യേകിച്ച് നമ്പർ എടുത്ത് പഠിക്കും. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. 2023 JC ഡാനിയൽ പുരസ്കാരം ഷാജി എൻ കരുൺ. അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക 5 ലക്ഷം രൂപയാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് അവസാനിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ പോയിന്റുകൾ എഴുതിയെടുത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഇതേപോലെയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് പോയിന്റുകളുമായി ഞങ്ങൾ എത്തുന്നതാണ്. നമ്മുടെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീമിംഗ് നൽകുന്നുണ്ട്. മറ്റ് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതാണ്.